ഷാഫിയാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും പോലീസ് ലാത്തി വീശിയത് ഷാഫിക്ക് നേരെയല്ലെന്നും CPM. ഷാഫി പ്രകടനത്തിനെത്തിയ ഉടനെ പോലീസുമായി തട്ടിക്കയറി ആളുകളെ വിരട്ടിയോടിക്കാനാണ് ലാത്തി വീശിയതെന്നും ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് പറഞ്ഞു. ടിയർ ഗ്യാസ് ഷാഫി കയ്യേറ്റം ചെയ്തപ്പോൾ ഡിവൈഎസ്പിയുടെ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ചതാണ്. MP-ക്ക് പരിക്കുണ്ടായത് തന്നെ നിഗൂഢമെന്നും മെഹബൂബ് മീഡിയ വണ്ണോട് പറഞ്ഞു. ഇന്നലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഷാഫി പറമ്പിൽ അവിടെ നടത്തിയിട്ടുള്ള പേക്കൂത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പോലീസ് വലയം ഭേദിച്ച് പോലീസുമായി തട്ടിക്കയറി ഗ്രനേഡ് ഡിവൈഎസ്പിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്രനേഡ് കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഗ്രനേഡ് പൊട്ടി ഡിവൈഎസ്പിക്ക് പരിക്കേൽക്കുന്നത്. പോലീസ് വലയത്തെ ഭേദിക്കുകയും പോലീസുമായിട്ടൊരു ഏറ്റുമുട്ടലിന്റെ സമീപനവുമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ MP ചെയ്തത്. ഷബീർ അമർ ചേരുന്നുണ്ട്. ഷബീർ, രാവിലെ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പോലീസിന്റെ വാദം പൊളിഞ്ഞിരുന്നു. ഇപ്പോൾ CPM പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർക്ക് ഇതുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആ സംശയങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. ഇന്ന് IG ഓഫീസിന് മുമ്പിൽ എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. ധന്യ, സംസ്ഥാനമൊട്ടാകെ വ്യാപക പ്രതിഷേധമാണ് UDF-ന്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതേസമയം ഇത് നാടകമാണ് എന്ന ആക്ഷേപമാണ് CPM നേതൃത്വം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു CPM-ന്റെ വിശദീകരണം. പോലീസിന്റെയും വിശദീകരണം അത് തന്നെയായിരുന്നു. ഷാഫിയെ മർദ്ദിച്ചിട്ടില്ല എന്നതടക്കമായിരുന്നു പോലീസിന്റെ വിശദീകരണം. ഇന്നിപ്പോൾ ഷാഫിയെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കൃത്യമായി തന്നെ ലാത്തി കൊണ്ട് ഷാഫിക്ക് പോലീസിന്റെ അടി കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിനുശേഷവും ഇത് നാടകമാണ് എന്ന ആക്ഷേപമാണ് CPM ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് ഉന്നയിച്ചത്. DYFI സംസ്ഥാന ഭാരവാഹികളും സമാനമായ ആക്ഷേപമാണ് നടത്തുന്നത്. അതായത് സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം ഷാഫിയുടെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. മറ്റു വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന ആക്ഷേപമാണ് CPM ഉന്നയിക്കുന്നത്. അതേസമയം വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്നിപ്പോൾ കോഴിക്കോട് IG ഓഫീസിന് മുന്നിൽ UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. സമാധാനപരമായ പ്രതിഷേധമായിരുന്നു നേതാക്കൾ ആഗ്രഹിച്ചതെങ്കിലും ചില പ്രവർത്തകർ വൈകാരികമായി തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി, അതായത് ഈ റോഡ് ഉപരോധത്തിനിടെ ഒരു ഭാഗത്തൂടെ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നതിനാൽ അതിലൂടെ കൂടി വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന നിലപാടിൽ ഈ റോഡ് കൂടി പ്രവർത്തകർ ഉപരോധിച്ചു. പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരെ അന്വയിപ്പിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടത്. അതേസമയം തന്നെയാണ് IG ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് വലിയ തരത്തിലുള്ള സുരക്ഷ ഒരുക്കി. നമുക്കറിയാം, വലിയ തരത്തിലുള്ള സുരക്ഷയുള്ള സ്ഥലം കൂടിയാണ് IG ഓഫീസ്. അപ്പോൾ ആ നിലയ്ക്കുള്ള സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നു. എന്നാൽ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി. ഇത് നേരിയ തോതിൽ ഉന്തും തള്ളിലേക്കും നീങ്ങി. പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകരെ, UDF പ്രവർത്തകരെ അന്വയിപ്പിച്ചത്. പിന്നീട് നഗരത്തിലൂടെ ഒരു പ്രകടനം നടത്തി DCC ഓഫീസിലാണ് ഈ പ്രതിഷേധം അവസാനിച്ചത്. ഇന്നലെ രാത്രി വൈകിയും വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇന്നും കോൺഗ്രസ് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. ഒപ്പം തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. വലിയ പ്രതിഷേധങ്ങൾ, തുടർ പ്രക്ഷോഭങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന നിലപാട് കൂടി DCC അധ്യക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പേരാമ്പ്രയിൽ തന്നെ, ഈ സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ തന്നെ UDF-ന്റെ പ്രതിഷേധമുണ്ടത്. KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക. ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങൾ തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത് പ്രധാനമായും ഈ പോലീസ് അതിക്രമത്തിന് നേതൃത്വം നൽകിയ DYSP-യെ സസ്പെൻഡ് ചെയ്യണം, അദ്ദേഹത്തിനെതിരെ നടപടി വേണം. ഇല്ലെങ്കിൽ ആ നിലയ്ക്ക് കൂടി പ്രതിഷേധങ്ങൾ, പോലീസിനെതിരെ നേരിട്ട് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ MP, ഒപ്പം തന്നെ DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പേരാമ്പ്ര പോലീസ്. ആ FIR-ൽ പറയുന്നത് ഇവർ ആയുധങ്ങൾ ഉപയോഗിച്ച്, അതായത് പോലീസിനെതിരെ കല്ലെറിഞ്ഞു, പോലീസുകാർക്ക് പരിക്കേറ്റു, മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ FIR-ൽ പറയുന്നത്. അതേ പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഷാഫി പറമ്പിൽ MP, ഒപ്പം തന്നെ DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, മറ്റ് 600-ലധികം കോൺഗ്രസ് UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേസിനെ ആ നിലയ്ക്ക് തന്നെ നേരിടും, അതിനെ പുച്ഛിച്ച് തള്ളുന്നു എന്നായിരുന്നു DCC അധ്യക്ഷന്റെ പ്രതികരണം. അപ്പോൾ ഒപ്പം തന്നെയാണ് ഈ CPM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് പറയുന്നത് ഇതെല്ലാം തന്നെ കോൺഗ്രസിന്റെ നാടകമാണ്, മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തവുമാണ്.